ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ റെസിപ്പീസൊക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാം തന്നെ നമ്മൾ എൻ്റെ ചാനലിൽ ഉള്ളതൊക്കെ തന്നെ ഈസി റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള തിങ്സൊക്കെ വെച്ചാണ് മിക്കവാറും എല്ലാ റെസിപ്പീസും നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള റെസിപ്പീസാണ്. എപ്പോഴും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള റെസിപ്പീസുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കരിക്കു കൊണ്ടുള്ള ഒരു പുഡിങ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസ് എല്ലാം തന്നെ മിക്കവാറും വീടുകളിൽ അവൈലബിൾ ആയിട്ടും നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പീസാണ്. അപ്പോൾ ഇതും അതുപോലെയാണ്. കരിക്കു കൊണ്ടുണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഒട്ടും സമയത്തില്ലാതെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ടെൻഡർ കോക്കനട്ട് വാട്ടർ പുഡിങ്ങാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഈ സൈസിലുള്ള 3 കരിക്ക് പൊട്ടിച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കാരണം ഇതിൻ്റെ പൊടികൾ ധാരാളം വീണിട്ടുണ്ട്. പിന്നെ ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ വേണ്ടത് അകറാണ്. അതിങ്ങനെ ലോങ് സ്ട്രിപ്പായിട്ടുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് മുറിച്ച് എടുക്കാം. ഇപ്പോൾ ഇവിടെ പൊട്ടിച്ചെടുത്ത കരിക്ക് നല്ലപോലെ അരിച്ചെടുത്തു. ഈ കപ്പിന് 2 കപ്പ് ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ അഗർ ചൈന ഗ്രാസ് അഗർ അതുപോലുള്ള ഏതെങ്കിലും വെച്ചുണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിനി ഈ കരിക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ കരിക്കിൻ്റെ ബാക്കിയിരുന്ന വെള്ളം ഞാനിത് തിളപ്പിക്കാൻ വെച്ചു. ഇപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള കരിക്കാണെങ്കിൽ പഞ്ചസാര കുറച്ച് മതി. മധുരം കുറവാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ അവസരത്തിൽ ഒരു പിഞ്ച് ഓഫ് സോൾട്ടിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ അത്രയും കുറവായിട്ടുള്ളത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യും. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. കാരണം വളരെ ഒരു പിഞ്ചിൻ്റെയും പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റ്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ചിൻ്റെ തീരെ കുറവായിട്ടുള്ള അളവ്. അപ്പോൾ ഇത് തിളച്ചതിലോട്ട് നമുക്ക് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ചൈന ഗ്രാസ് കൂടെ ചേർത്ത് കൊടുക്കാം. സോക്കായിട്ടില്ല, അതിന് തിളക്കുമ്പോൾ ആയിക്കോളും. അത് ഇട്ട ഉടനെ തന്നെ അരിയാൻ തുടങ്ങി. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് തിളപ്പിച്ച് നല്ലപോലെ അലിയിച്ച് എടുക്കാം. ഇനി നമുക്ക് കരിക്ക് ചെറുതായി നുറുക്കിയെടുക്കണം. നല്ല ടെൻഡറായിട്ടുള്ള കരിക്കാണ് ഇതിന് ഏറ്റവും നല്ലത്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കരിക്ക് കുറച്ചൊന്നും മുറ്റിപ്പോയി. എന്നാലും കുഴപ്പമില്ല, തേങ്ങയായിട്ടില്ല കരിക്ക് തന്നെ. ഇത് നല്ല ഇളം കരിക്കാണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കരിക്കാണ്. നല്ല ചുമന്ന ഗൗരിഗാത്രം എന്ന് പറയുന്ന കരിക്കാണ്. പക്ഷേ അത് നമ്മൾ പറിച്ചെടുക്കാൻ കുറച്ച് ലേറ്റായി പോയി. അത് കാരണമാണ് ഇതൊന്ന് മുറ്റി. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാ ഞാൻ ഇതുപോലത്തെ ചെറിയ കണ്ണാടി കപ്പ്, ഐസ്ക്രീം കപ്പ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള പാത്രമുണ്ടോ അത് നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം. ഇനി നമുക്ക് ഇത് ഇപ്പോൾ നല്ലപോലെ തണുത്തു. അതിനെ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുത്തതിനെ നമുക്ക്
ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ കരിക്ക് പീസസ് ആണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിനി സെറ്റ് ചെയ്യാനായി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴത്തെ അറയിലാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിപ്പോൾ ഹോം മെയ്ഡായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ്. അതിലും നമുക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നതൊക്കെ ഞാനിവിടെ ഡിമോൾഡ് ചെയ്ത് എടുത്തു. ഇതുപോലെ സെറ്റ് ആകുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് സൈഡിൽ ഒന്ന് തള്ളിക്കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ എടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്.